സ്റ്റാർട്ട്. ലൈറ്റും പോയി കണ്ടില്ലേ, ഒന്ന് വായിക്കാച്ചിട്ട് ഞാനിപ്പോ ഈ 4:30 വന്നിരുന്നു. അപ്പൊ നോക്കുമ്പോ എന്താ ഈ ലൈറ്റും പോയി. ഇനിയിപ്പൊ എന്താ ചെയ്യാ, ഇനിയിപ്പോ വായിക്കാനും പറ്റില്ല, ഒന്നും പറ്റില്ല. ഈ ലൈറ്റ് എപ്പോഴാ വരികയെന്ന് നിശ്ചയില്ല. മഴയും ഭയങ്കര മഴയും. അല്ലേ ഒന്ന് പേപ്പർ നോക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിരുന്നു, ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇരുന്ന് നോക്കിയതാ. അപ്പോഴേക്കും ലൈറ്റും പോയി. പിന്നെ ഇപ്പൊ ഇവിടുന്ന് ഒന്ന് ലേശം വെട്ടം കെട്ടുന്ന് വിചാരിച്ചു നോക്കുമ്പോ എന്താ നല്ല മഴ. നല്ല മഴയാന്നേ. ഞാനിത് മരിച്ചോട്ട് പോയിട്ട് ആകെ പെട്ടു ഞാൻ. പിന്നെ തന്നെയാണ് എവിടെയും വെച്ച്. അപ്പൊ ലിയന്നൂര്. അതെ. അപ്പൊ അതായി കുളിച്ചു. മരിച്ചോട്ട് പോയ പിന്നെ കുളിക്കണ്ടേ. ഒരു നെഗറ്റീവ് എനർജി. അയ്യോ 16 ദിവസം കഴിഞ്ഞല്ലേ. പിന്നെണ്ടല്ലോ ഓരോ നാളുകാര് ഇവിടെ എത്തുന്ന ആളുണ്ട്. ഇവിടെ ഓരോ നാളുകള്. ആ നാളുണ്ടെങ്കിൽ കിടക്കാൻ പാടില്ല. ആ നാളൊന്നും ഇല്ലാത്തപ്പോ മാത്രം നല്ല ദിവസം നോക്കിയിട്ട് കിടക്കാൻ പാടുള്ളൂ. പിന്നെ അതൊന്നും പറ്റില്ല. ആരുള്ളത് അന്നേ അന്നിന് 4-5 പെണ്ണുങ്ങളെ പഠിക്കുക. ഇന്നിപ്പോ ഒരു കിഴി ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ അപ്പൊ എല്ലാം കൂടി നടക്കില്ല. അപ്പൊ ശ്രീലകം അടച്ചില്ല. ഒന്നാമത് ഇപ്പൊ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ മേത്തുള്ളതൊന്നുമല്ല. വെള്ളം ശുദ്ധാണെന്നാ പറയാ, മേല് തട്ടിയ ശുദ്ധായി പറയാ. പിന്നെ മഞ്ഞള് തൊട്ടിട്ട് ശുദ്ധായി പറയും. പിന്നെ അതൊക്കെ കഴിഞ്ഞത്തിരി ചാണകം തളിക്കുക ഒക്കെ ചെയ്താൽ മതി. ഞങ്ങളതിന് ചാണകല്ല, നാൽപ്പാമരല്ലേ, നാൽപ്പാമരം. അതിന്റെ വെള്ളം ഉണ്ടാക്കി വെക്കും, തളിക്കും. പിന്നെ അമ്പലത്തില് പോയിട്ട് 16 കഴിഞ്ഞാൽ 17-ന്റെ അന്ന് പോയിട്ട് പുണ്യാകം. പണ്ടൊക്കെ ഉണ്ടല്ലോ ഞങ്ങളുടെ 15-ന്റെ അന്ന് വേറെ അടുത്തുള്ള ആൾക്കാരോട് പുണ്യാകം മേടിച്ചോണ്ടിരാൻ പറയും. ഇപ്പൊ കുട്ടികളൊക്കെ കുറവല്ലേ, ആരും അമ്പലത്തിലേക്ക് പോണില്ല. അപ്പൊ പിന്നെ നമ്മളെന്നെ 17 കഴിഞ്ഞാൽ പോയി പുണ്യാകം മേടിച്ചോണ്ടിരാ. പിന്നെ 40 തളിക്കുക ഒക്കെ മുക്കി കഴിക്കുക. അത്രയ്ക്ക് മനസ്സിന്റെ ഇപ്പൊ എല്ലാരും പറഞ്ഞു തുടങ്ങി 3 തലമുറ എടുത്താൽ മതി വില. അല്ലാതെ ഞങ്ങൾക്കാണെങ്കിൽ കണ്ടമാനുണ്ടേനി. പിന്നെ അതല്ലേ ഒരു വീട്ടിലെ എത്ര ആള് മരിച്ചാലും അത് ഈ ബന്ധം നോക്കിട്ട് മതി. അതോ മേക്കാട്ട് തറവാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരാ. എന്നും മരണം വന്ന പോലെ. മരണോ ജനനവും അതുണ്ടല്ലോ, അതുണ്ട് രണ്ടും. അപ്പൊ അതെന്താ ഒന്നെനിക്ക് പറ്റപ്പല അല്ലെങ്കിൽ മരിച്ച കഴിഞ്ഞു. അപ്പൊ എന്താ വെച്ചാ അത് നോക്കാൻ പറ്റില്ല. നേരെയുള്ള വക എടുക്കുക. അതൊക്കെ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയല്ലേ, അച്ഛനും അമ്മയും മരിച്ചാലൊക്കെ പേരുണ്ടല്ലോ. ഞങ്ങൾക്ക് അത് അച്ഛനും അമ്മയും മരിച്ചാൽ 3 ദിവസമേ. നമ്മളൊക്കെ എങ്ങനെയാ ആ പെൺമക്കളെ പിന്നെ അടുക്കളയിൽ കയറി വെക്കാനും ഒക്കെ. ആൺമക്കളുടെ അപ്പന്മാർക്ക് പേരുണ്ട്. 12-12 ദിവസം വീടുമ്പോഴേ അവരാണ് അവിടെ ഇരിക്കുക പേരാചരിച്ചിട്ട്. നമുക്ക് സങ്കടാവും നമ്മുടെ അച്ഛനും അമ്മയല്ലേ. പക്ഷെ അങ്ങനെ വെച്ചപ്പോ എന്താ ചെയ്യാ, അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് ഇപ്പോഴും മാറിയിട്ടൊന്നും അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ. അതെ. ആ ഭർത്താവിന്റെ അച്ഛനും അമ്മയും വെച്ചാ 10 പേര് അതേമാതിരി 10 പേരാ. 11-ാം ദിവസം വില പോവും, 12-ാം ദിവസം വീട്. ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും അതൊക്കെ തന്നെയാണ്. അതെ. നമുക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ പിന്നെ വരിക പോകത്രേ ഉള്ളൂ. ഞങ്ങക്ക് പക്ഷെ അമ്മത്താഴ് വഴിയാണ്. അതാണ് അപ്പൊ മരുമക്കത്തായം പറഞ്ഞിട്ട്. അപ്പൊ ഈ അമ്മ വീട്ടുകാർ മരിച്ചാലാണ് ഞങ്ങക്ക് വരാം. അച്ഛൻ വീട്ടുകാർ മരിച്ചാൽ ഞങ്ങൾക്കില്ല. ഇപ്പോഴത്തെ കാലത്ത് പിന്നെ ആൾക്കാർക്ക് വയസ്സായാൽ പിന്നെ നോക്കാൻ തന്നെ മടിയല്ലേ. അച്ഛനും അമ്മയെന്ന് പറയാൻ തന്നെ മടി ഓരോരുത്തർക്ക്. അങ്ങനെയൊക്കെ കണ്ടുവരുന്നു. പക്ഷെ അതൊക്കെ മഹാസങ്കടമായിട്ടുള്ള കാര്യമാണ്. ഓരോ അമ്പലങ്ങളിലേക്ക് പോകാൻ പറഞ്ഞ് കൊണ്ടുപോയി ഇട്ടുപോയി. അതൊക്കെ എത്ര സങ്കടം. ഇപ്പൊ എല്ലാ ആചരിക്കുന്നതിന് നല്ലത് ജീവിച്ചിരിക്കുമ്പോ അവരെ നന്നായി നോക്കുക. വില ഒന്നുമല്ല വിഷയം, പിണ്ടം വെക്കലൊന്നുമല്ല. അവര് ജീവിച്ചിരിക്കുമ്പോ അവരെ സന്തോഷിപ്പിക്കുക. അവരും ഇതൊരു പിണ്ടോ ഇല്ല. നടത്തല്ലാതെ നല്ലോണം പോലെ നോക്കുക. എത്ര അനാഥാലയത്ത് കൊണ്ടാക്കി അവർക്ക് എല്ലാ ചെലവിനും കാശ് കൊടുത്താലും ഒന്നും കാര്യമില്ല. ഇവർക്ക് കുറച്ച് സാധനം വിളിച്ചാലും മക്കളുടെ എല്ലാ അമ്മയും അച്ഛനുമാർക്കും അതന്നെ ഉണ്ടാവുള്ളൂ. അല്ലാതെ അവിടെ പോയി കുറെ കാശ് മകൻ അയച്ചു തരുന്നുണ്ട് അമ്മയ്ക്കൊക്കെ അങ്ങനത്തെ ഒരു വിചാരം ഇല്ല. പൈസക്കല്ല, മക്കളുടെ കൂടെ ഇരിക്കുക. പിന്നെ എന്തെങ്കിലും വയസ്സായിട്ട് ഇരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഓരോ പണികൾ നമ്മൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു സമയം പോക്കാണ്. ഇപ്പൊ ഇതെങ്ങനെ ഇരിക്കല്ലേ, രാവിലെ കുറച്ച് പണി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഈ മൊബൈൽ ഇപ്പൊ കുറച്ച് നോക്കാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിരിക്കുക. അപ്പൊ കുറെ കഴിയുമ്പോഴേക്കും മടുക്കും നമുക്ക്. അങ്ങനെയൊക്കെയാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും പണിയല്ലേ, ഇഷ്ടംപോലെ ആളും ഉണ്ട്, പണിയുണ്ട്. ഇന്നിപ്പോ അതില്ലെന്ന് ഓരോരുത്തരും ഓരോ മുക്കിൽ പോയിരിക്കും. നമ്മളിങ്ങനെ ഇരിക്കുക. അതെ ഈ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരാളെ വന്നാലേ അപ്പൊ ശരി, എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.